എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് പെപ്പർ ചിക്കൻ ആണ്. നല്ല രുചിയുള്ളൊരു റെസിപ്പിയാണ്. പെപ്പർ ചിക്കൻ തയ്യാറാക്കാൻ വേണ്ടി ചുവട് കട്ടിയുള്ളൊരു പാൻ എടുത്ത് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 20 ചെറിയുള്ളി ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി നന്നായി വഴണ്ട് ഏകദേശം ചെറിയൊരു ഗോൾഡൻ കളറായി വരണം. ഈ സമയത്ത് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി മുറിച്ചതോ ചതച്ചതോ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 10 അല്ലി വെളുത്തുള്ളിയും 2 ഇഞ്ച് കനത്തിലുള്ള ഇഞ്ചിയും ചെറുതായി മുറിച്ചതാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി പച്ചമണം മാറി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം, 1 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. തീ ഒന്ന് കുറച്ച് ചെറിയ തീയിൽ വെച്ച് കൊടുക്കുക. 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. മുളക് പൊടിയെക്കാട്ടിലും ഇതുപോലെ ക്രഷ് ചെയ്ത കുരുമുളകാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. നന്നായി വഴറ്റിയെടുക്കാം. നല്ലപോലെ പച്ചമണം മാറുമ്പോൾ അതിലേക്ക് ചിക്കൻ ചേർക്കാം. 1/2 കിലോ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതാണ്. ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി ഒരു 2-3 മിനിറ്റ് ഇതുപോലെ തന്നെ വെക്കാം. വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ ഈ ഒരു ആവിയിൽ തന്നെ വേവിച്ചെടുക്കാം. ഒന്ന് അടച്ച് വെക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് ഇതുപോലെ അടച്ചു വെച്ചതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കുക. ഒന്ന് എടുത്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിക്കാം. ചിക്കൻ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിക്കാം. ഏകദേശം 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഏറ്റവും ചെറിയ തീയിൽ വെച്ച് ഒരു 10 മുതൽ ഒരു 12 മിനിറ്റ് വരെയൊക്കെ വേവിച്ചെടുക്കാം. നല്ലപോലെ വെള്ളമൊക്കെ വറ്റി നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും. വെള്ളം വറ്റിപ്പോവും അടി പിടിക്കും എന്നുള്ളവർക്ക് ഒന്ന് തുറന്ന് നോക്കി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഈ സമയത്ത് ഇതിലേക്ക് 2-3 കറിവേപ്പില ചെറുതായി ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. അതുപോലെ 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് നല്ല ചൂടോടുകൂടി വിളമ്പാം. നല്ല സ്ലോ കുക്ക് ചെയ്ത് വേവിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചോറിൻ്റെ കൂടെയും ചപ്പാത്തി, പൊറോട്ട, അപ്പോൾ എല്ലാത്തിൻ്റെ കൂടെ ഇത് നല്ല കോമ്പിനേഷനാണ്. ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഈ ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെയും നല്ല നല്ല ഇൻട്രസ്റ്റിംഗ് എളുപ്പത്തിലുള്ള റെസിപ്പികളായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.